ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു സംഭവത്തിന്റെ അൺബോക്സിംഗ് ആണ് കേട്ടോ. ഇത് ഞാൻ ഒരുപാട് നാളായിട്ട് വെയിറ്റ് ചെയ്ത് മേടിച്ചിട്ടുള്ളൊരു സാധനമാണ്. മേടിക്കണോ വേണ്ടേ, മേടിച്ച പണി പാടുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് മേടിച്ചിട്ടൊരു സാധനമാണ്. പിന്നെ അവസാനം ഞാൻ എല്ലാം കൽപ്പിച്ച് മേടിച്ചു. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ നമ്മൾക്ക് ഓൾ ഇതിൽ ഓപ്ഷൻ സെലക്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സാധനം കേട്ടോ. ഇതാണ് നമ്മുടെ സാധനം. ഇത് അഗാരോന്റെ ഹെയർ കേളറാണ്. അപ്പൊ എന്നെ ഒരുപാട് നാളായിട്ട് ഈ കേളർ മേടിക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചു മേടിച്ച് എങ്ങാനും ഫ്ലോപ്പ് ആവുമോ, ഇത്ര രൂപ കൊടുത്ത് മേടിച്ചിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ മേടിക്കാതിരുന്നത്. പക്ഷെ എനിക്ക് മേടിക്കണം എന്നുണ്ടായിരുന്നു. സോ ഞാൻ അതുകൊണ്ട് മേടിച്ചു. ഈ ഒരു ബോക്സിലാണ് ഇത് വരുന്നത്. ഇതിന്റെ ഉള്ളില് ഇങ്ങനെ കേളറ്, ഇതാണ് കേളറ്. ഇതാ ഇങ്ങനെയാണ് വരുന്നത്, കണ്ട. ഇതിനൊരു ഓൺ ഓഫ് ബട്ടൺ ഉണ്ട്. ഇതാ ഇങ്ങനെയൊക്കെ ഓഫ് ആവും, ഇങ്ങനെയൊക്കെ ഓൺ ആവും, അങ്ങനെയാണെന്നാ തോന്നണേ. പിന്നെന്താ, ഹീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതൊന്നുമില്ല കേട്ടോ. ഒരു ഒറ്റ സംഭവം മാത്രമേ ഉള്ളൂ. ഇതിന്റെ കോഡ് വരുന്നത് ഇവിടുത്തെ കോഡ് ഇത് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്, കണ്ട. ഇങ്ങനെ ഒരു കോഡാണ്. അപ്പം നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും തിരിക്കുകയും വിളക്കുകയും ചെയ്യാം. എങ്ങോട്ടാണോ തിരിക്കണം അങ്ങോട്ടൊക്കെ പോരുന്നത്. അപ്പോൾ ഇത് വളയും തിരിയും പൊട്ടുന്നുള്ളൊരു പേടി വേണ്ട. ഓക്കെ. പിന്നെ ഇതിന്റെ കോഡിന്റെ വലിപ്പം എത്ര ഉണ്ട് നോക്കാം. ഈ സംഭവം ഒന്ന് അഴിച്ചോട്ടെ. അത്യാവശ്യം വലുതാണ് കേട്ടോ. അത്യാവശ്യം വലുതാണ് ഇതിന്റെ കോഡ്. ഞാൻ നല്ല റിവ്യൂ കണ്ടിട്ട് മേടിച്ചു തന്നെയാണ് കേട്ടത്. അതിന് കുറേ റിവ്യൂ നോക്കിയിട്ടുണ്ടായിരുന്നു, എന്നിട്ട് മേടിച്ചു തന്നെയാണിത്. അപ്പോൾ നല്ലത് തോന്നിയപ്പോൾ ഞാൻ മേടിച്ചു എന്നുള്ളൂ. ഇതിന് ഇങ്ങനൊരു സംഭവം വരുന്നതുകൊണ്ട് ഇങ്ങനെ ഒരു സ്റ്റാൻഡ് പോലെ കേട്ടോ, കണ്ട. ഹീറ്റ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ വെക്കാൻ പറ്റും, കണ്ട. അതുകൊണ്ട് നമുക്കിത് വേറെ വല്ലതും ആണെങ്കിൽ നമുക്കിങ്ങനെ ടേബിളിൽ ഡയറക്റ്റ് ആയിട്ട് വെക്കാനേ പറ്റൂ. ഇതിങ്ങനെ വെക്കാനുള്ളൊരു സ്റ്റാൻഡ് ഉണ്ട്. സോ ഇതിങ്ങനെ ഇങ്ങനെ വെക്കും, കേട്ടോ. നമുക്കിത് കുത്തി കൊടുത്ത് നോക്കാം. അപ്പോൾ ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ റെഡ് ലൈറ്റ് കത്തും കേട്ടോ. ഓണും ഓഫും മാത്രം ഒരു ലൈറ്റ് മാത്രമേ ഉള്ളൂ. ഓണും ഓഫും ചെയ്യാൻ മാത്രമേ ഇതിൽ പറ്റുള്ളൂ കേട്ടോ. ഹീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ ഇതിൽ മുടിക്ക് ഹീറ്റ് കൊടുക്കുന്നതിൻ്റെ മുന്നേ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഞാനൊരു സെറാണ് കേട്ടോ ഇടുന്നത്. ഇതിന് പ്രൊട്ടക്റ്റിംഗ് സ്പ്രേ ഒക്കെ ഇടുകയാണെങ്കിൽ അത്രയും നല്ലത്. ഞാൻ സ്ട്രീക്സിൻ്റെ ഒരു സെറാണ് ഇടുന്നത്. അപ്പോൾ അത് ഞാൻ നമ്മുടെ സ്കാൽപ്പിൽ സെറം തട്ടിക്കരുത്. അത് എല്ലാവർക്കും അറിയാമെന്ന് എനിക്ക് ഞാൻ വിചാരിക്കുന്നു. മുടിയിൽ മാത്രം നമ്മുടെ സെറം തട്ടിക്കുക. അപ്പോൾ ഇത് ഹീറ്റ് ആവണത് വളരെ കുറച്ച് സമയം എടുത്തിട്ട് മാത്രമാണ് കേട്ടോ ഇത് ഹീറ്റ് ആവണത്. പെട്ടെന്ന് ഹീറ്റ് ആവണുണ്ട്. കൈ പൊള്ളി പോകാൻ നല്ല ചാൻസ് ഉണ്ട്. സോ നമ്മൾ കൈ ശ്രദ്ധിക്കുക. നമ്മൾ സാധാരണ സ്ട്രെയിറ്റ് ചെയ്യണ പോലെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നി. എനിക്കിത് വർക്കാവണേ ഇല്ലായിരുന്നു. നിങ്ങളുടെ അടുത്ത് സ്ട്രൈറ്റ്നർ ഉണ്ടെങ്കിൽ ഇത് പ്രത്യേകം മേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇങ്ങനെ സ്ട്രൈറ്റ് ചെയ്യാനാണെങ്കിൽ ഇപ്പോൾ നമുക്ക് സ്ട്രൈറ്റ്നർ വെച്ചിട്ടും സ്ട്രൈറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ പൈസ എടുത്ത് പണി വാങ്ങിച്ച പോലെ എനിക്ക് തോന്നണത്. എനിക്ക് പറ്റണേ ഉണ്ടായിരുന്നില്ല. ഞാൻ കുറേ നോക്കിയായിരുന്നു. പക്ഷെ എനിക്ക് അത് ഭയങ്കര ഭംഗിയിൽ വരുന്നില്ലാത്ത പോലെ തോന്നി. ചിലപ്പോൾ നമുക്ക് പ്രാക്ടീസ് ഇല്ലായിട്ടുണ്ടാവും. പ്രാക്ടീസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഓക്കെ ആയിട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ എനിക്കിത് ഇപ്പം ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി. പ്രത്യേകിച്ച് ഈ ക്ലാമ്പ് ഉണ്ടല്ലോ, ക്ലാമ്പ് വെച്ചിട്ട് എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. ഈ ക്ലാമ്പ് എങ്ങനെ വെക്കണം, എങ്ങനെ വെച്ചാലാണ് ഓക്കെ ആവുമെന്ന് ഒന്നും അറിയണ്ടായിരുന്നു. ഞാൻ കുറേ പ്രാവശ്യം നോക്കി. എന്നിട്ട് ചില സ്ഥലത്ത് ശരിയാവുന്നുണ്ട്, ചില സ്ഥലത്ത് ശരിയാവുന്നില്ല. അങ്ങനെയാണ് കേട്ടോ. പിന്നെ ഇത് പെട്ടെന്ന് ഹീറ്റ് ആവുന്നുണ്ട്. പിന്നെ കൈ പൊള്ളാൻ നല്ല ചാൻസ് ഉണ്ട്. നമ്മൾ നന്നായിട്ട് കെയർഫുൾ ആവണം ഇത് ചെയ്യുമ്പോൾ കേട്ടോ. നന്നായിട്ട് കൈ പൊള്ളാനുള്ള ചാൻസ് ഉണ്ട്. എനിക്കിന്ന് കൈ പൊള്ളിയായിരുന്നു കേട്ടോ, അത് ഞാൻ പറയണേ. ഇതിൻ്റെ നമ്മുടെ ഈ പിടിക്കണ ഭാഗമല്ലാതെ നമ്മൾ ഇപ്പോൾ ഹീറ്റായോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ തൊട്ട് നോക്കുമ്പോഴോ എങ്ങനെ എനിക്ക് കംഫർട്ട് അല്ലാതെ തോന്നി. ചിലപ്പോൾ ഞാൻ യൂസ് ചെയ്യാത്തതുകൊണ്ടാവും. സ്ട്രെയിറ്റ്നർ യൂസ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. ഇത് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര എളുപ്പമാണ് സ്ട്രെയിറ്റ്നർ യൂസ് ചെയ്യാൻ. ഞാൻ കുറേ പ്രാവശ്യം ഇരുന്നിട്ട് ഇതെങ്ങനെയാണ് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ നോക്കുമായിരുന്നു, കുറച്ചെങ്കിലും ശരിയായോ എന്ന് ഞാൻ നോക്കുമായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് ഫ്രണ്ടൊക്കെ ഇച്ചിരി ശരിയായ പോലെ തോന്നി. പിന്നെ ഞാൻ
കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് അവർ തന്നെ പറയണത് ഇപ്പോൾ കൂടുതലായിട്ട് യൂസ് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള അവർ തന്നെ പറയണത് കുറച്ച് സമയം എടുക്കും ഇങ്ങനെ ക്ലാംസ് ഉള്ളത് യൂസ് ചെയ്ത് പഠിക്കാൻ എന്നാണ്. അപ്പം മേ ബി ഫ്യൂച്ചറിൽ നമുക്ക് ഓക്കെ ഉണ്ടാവുമായിരിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഹീറ്റ് എപ്പോഴും മുടിക്ക് കൊടുക്കുന്നത് നല്ലതേ അല്ല. നമ്മൾ ഹീറ്റ് കൊടുക്കുമ്പോൾ പ്രൊട്ടക്റ്റിംഗ് സ്പ്രേയോ എന്തെങ്കിലും കൊടുക്കാൻ നോക്കുക കേട്ടോ. പിന്നെ ഇത് എനിക്ക് ഫസ്റ്റിന് നമ്മുടെ ഫ്രണ്ടില്ലേ, ഈ ഫ്രണ്ട് എനിക്ക് ഓക്കെ ആയ പോലെ തോന്നി. നമ്മുടെ ഫ്രണ്ടിക്ക് മുടി വരുന്നില്ല അങ്ങനെയൊക്കെ തോന്നി കേട്ടോ. പക്ഷെ ഇത് മേടിച്ചിട്ട് എനിക്ക് ഫ്ലോപ്പായ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നത്. എനിക്കിത് ഒട്ടും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇത് ഞാൻ നന്നായിട്ട് പഠിച്ചിട്ട് വേറൊരു വീഡിയോ ഇടുന്നതായിരിക്കും. അതുവരെ ബായ്.